പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 73 സങ്കീർത്തനം അതിൻ്റെ 28 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുക, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് ഇത് രാവിലെ പറയുവാൻ കഴിയും, എൻ്റെ കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. അവൻ കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതെനിക്ക് ഏറ്റവും വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക സങ്കീർത്തനക്കാരന്, എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നത്. എൻ്റെ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, നന്മകളെ ഓർക്കുവാൻ, വർണ്ണിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, ഈ വർഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ വർഷം കഴിയാറായി. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങളിൽ കഴിയുമ്പോൾ ഈ 2025 നമ്മളെ വിട്ടു പോവുകയാണ്. ഒരു പുതിയ വർഷം കടന്നു വരിക. നമ്മൾ ഈ 2025 ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, എന്തുമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ നേരെ വാഞ്ഞടിച്ചു എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മളെ വെടിവെച്ച് ഒരു നല്ല കർത്താവില്ലയോ, അതിൽ നിന്നൊക്കെ നമ്മളെ നടത്തിയ കർത്താവില്ലയോ, അതിൽ നിന്നൊക്കെ നമ്മളെ പരിപാലിച്ച ഒരു നല്ല നാഥനില്ലയോ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സ്തുതിക്കുവാൻ കഴിയും, എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയും. എന്നെ നടത്തിയ ഒരു ദൈവം, എന്നെ പരിപാലിച്ച ഒരു ദൈവം, എന്നെ കരുതിയ ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തുവെന്ന് നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പറയാം, എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. അവനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഭാരത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഭാരവുമില്ല, എനിക്ക് യാതൊരു ഭയവുമില്ല. എൻ്റെ കൂടെയുള്ളവനാരാ? എൻ്റെ തമ്പുരാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ പറയുവാൻ കഴിയും, എൻ്റെ കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹല്ലേലൂയ അധ്യായമാണ്. ദൈവത്തിന് സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് യേശുവിനെ ശിഷ്യന്മാരെ അവിടെ ക്ഷണിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തിൽ യേശുവിനെ ക്ഷണിച്ചത് കൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവിടുത്തെ പോരായ്മ ഹല്ലേലൂയ കർത്താവ് പരിഹരിച്ചുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരായ്മകളെ പരിഹരിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഒരു കല്യാണ വീട്ടിൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്തെങ്കിലും കുറഞ്ഞു പോയാൽ, എന്തെങ്കിലും ഇല്ലാതായി തീർന്നാൽ എന്തുമാത്രം പരിഹാസമായി തീരും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ ആ ഭവനത്തിൽ ക്ഷണിച്ചത് കൊണ്ട് ഹല്ലേലൂയ വീഞ്ഞ് ഹല്ലേലൂയ തീർന്നുപോയി. നമുക്ക് അവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വെളിയിൽ കിടക്കുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ശിഷ്യന്മാർ കോളം നിറച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, അത് കോരി ഹല്ലേലൂയ വിരുന്നുവാഴികൾക്ക് കൊടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് രുചിച്ച് നോക്കിയാറ് വീട്ടുടമ, എന്തൊരു രുചി, ഇത് ഇത്ര നല്ല വീഞ്ഞ് എവിടെ നിന്ന് കിട്ടിയെന്ന് വീട്ടുടമയോട് ചോദിക്കുന്നത് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതാൽ, ദൈവത്തിന് സ്തോത്രം, കർത്താവ് കൊടുക്കുന്നുവെങ്കിൽ, കർത്താവ് തരുന്നുവെങ്കിൽ ഏറ്റവും സമൃദ്ധിയായത്, ഏറ്റവും രുചികരമായത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നു പോകരുത്. കർത്താവ് തരുന്നത് ഏറ്റവും രുചികരമായത്, കർത്താവ് തരുന്നത് ഏറ്റവും സമൃദ്ധിയായത്, അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ഇവിടെ പറയുകയാണ്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കൂടെ, നമ്മൾ കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഹാലലിയ അവൻ നമ്മളെ കരുതുവാൻ ശക്തനാ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിക്കാം. നമ്മുടെ കർത്താവുമായിട്ടൊരു നല്ല ബന്ധം നമുക്ക് പുലർത്താം. ദൈവത്തിന് സ്തോത്രം. എന്നെ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാതെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ കർത്താവുമായിട്ടൊരു നല്ല ബന്ധം പുലർത്തും. എൻ്റെ കർത്താവിൻ്റെ കൂടെ വേണം. എൻ്റെ കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാ. ദൈവത്തിന് സ്തോത്രം. ഈ ഭവനത്തിൽ കർത്താവിനെ ക്ഷണിച്ചത് കൊണ്ടാണ് ആ ഭവനത്തിൻ്റെ പോരായ്മകളെ കർത്താവ് പരിഹരിച്ചു കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം, ദൈവത്തിന് സ്തോത്രം, ബെഥാനിയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരുടെ സഹോദരൻ മരിച്ചു പോയി. ഹല്ലേലൂയ. 4 ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 4 ദിവസമായപ്പോൾ സഹോദരൻ മരിച്ച് കല്ലറയിൽ വെച്ചു. 4-ാം ദിവസം യേശുവിനെ അവർ വിളിച്ചുവെങ്കിലും, ദീനമായി കിടന്നപ്പോൾ യേശുവിനെ വിളിച്ചുവെങ്കിലും യേശു വന്നില്ല. എന്നാൽ ദൈവത്തിന് 4 ദിവസം കഴിഞ്ഞിട്ട് ആ ഭവനത്തിലേക്ക് വരുന്ന യേശു, ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറിയോട് പോയി മാർത്ത പറയുക, ഗുരു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വാക്കാത്, ഗുരു വന്നിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ ഗുരു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവൻ ഏത് പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുന്നവനാ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, 4 നാളായി നാറ്റം വെച്ച ലാസറിനെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കല്ലറ അവനെ എവിടെ വെച്ചതെന്ന് ചോദിക്കുന്നു. അവൻ കല്ലറയിൽ ചെന്നിട്ട്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 നാളായി നാറ്റം വെച്ച ലാസർ, ഹല്ലേലൂയ, പുറത്തു വന്നു. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ആ ലാസർ പുറത്തു വന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഏത് നാറ്റം വെച്ച വിഷയമാണെങ്കിലും, ഏത് പ്രതിസന്ധി, ദൈവത്തിന് സ്തോത്രം, നാളുകളായ വിഷയമാണെങ്കിലും, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വ്യക്തമായി ശക്തമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിനെ എപ്പോഴും നമ്മൾ അടുത്ത് വെക്കുക. ഹല്ലേലൂയ. കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്ത്. കർത്താവ് അത് പരിഹരിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഴകിയ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമില്ലയോ, കരയുന്ന വിഷയമില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന വിഷയമില്ലയോ, അതിന്മേൽ പരിഹാരം നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. ആ ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. പ്രിയമുള്ള, വായിക്കുന്നത് ഇങ്ങനെ, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സങ്കീർത്തനക്കാരൻ പറയുക, ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും, എൻ്റെ കർത്താവുമായിട്ടൊരു നല്ല ബന്ധം പുലർത്തുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മേളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സങ്കീർത്തനക്കാരൻ ഇത് പറയുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിത്തീരും. ഞാൻ എൻ്റെ കർത്താവുമായിട്ട് നല്ലൊരു, ഹല്ലേലൂയ, ഒരു ബന്ധം പുലർത്തും. എൻ്റെ കർത്താവിനെ എൻ്റെ ഭവനത്തിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ? നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നിൻ്റെ, ഹല്ലേലൂയ, രോഗത്തിന് വിടുതൽ നൽകി തരുവാൻ, ഹല്ലേലൂയ, മതിയായവന നമ്മുടെ കർത്താവെന്ന്, ഹല്ലേലൂയ, ഇന്ന് രാവിലെ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കനാവിലെ കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുത്തെ പോരായ്മകളെ പരിഹരിച്ചു കൊടുത്തു. ആ ലാസറും, മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനത്തിൽ യേശു കടന്നു വന്നതുകൊണ്ട് 4 നാളായി നാറ്റം വെച്ചു. കല്ലറയിലായിരിക്കുന്ന ലാസർ പുറത്തു വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ ഒന്ന് ക്ഷണിക്കുക. ഗുരു വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് മറിയോട് പറയുന്നത്, ഗുരു വന്നിട്ടുണ്ട്. ആ നല്ല ഗുരുവിനെ നമ്മുടെ ഭവനത്തിലേക്കൊന്ന് വിളിക്കാം. പ്രിയമുള്ളവരെ, നാം അവനുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താം. ദൈവത്തിന് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കി. സങ്കേതം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമാക്കിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ് ആരാ? എൻ്റെ സങ്കേതമാ. എൻ്റെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് ആരാ? എൻ്റെ സങ്കേതമാ. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, രോഗങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ ദൈവസ്ഥലത്ത് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നു ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്കും പറയുവാൻ കഴിയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.